അടിസക്കെ പഞ്ചിക്കാരനാണ്. എല്ലാ കള്ളന്മാർക്ക് സന്തോഷം വേണം, സന്തോഷം പങ്കിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടി പോണത് ഒരു യാത്ര എവിടേക്കാണ്? മന്തി കഴിക്കാനാണ്. വന്ന് മന്തി നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭക്ഷണം ഇല്ലാണ്ട് ഒരാൾക്ക് സമാധാനമില്ല, ഇത് കഴിച്ചില്ലെങ്കിൽ ഒരു ആശ്വാസമില്ല. ഈ മോയിന്ത് വലിയൊരാളാന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർ അവൾക്ക് വേണ്ടി പ്രത്യേക കസേരയും അവർക്ക് വേണ്ടി പ്രത്യേക അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടാ. തമ്പുരാന് എന്താണ് അവരുടെ ഉദ്ദേശം? ഇവനാണെങ്കിൽ വന്ന മുതൽ മെയിൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇവന്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു അഭാവങ്ങൾ മാറിയിട്ട് അവസാനം എന്തില്ലേ ക്യൂട്ട്നെസ് വാരി വിതറി എല്ലാവർക്കും വേണ്ടി. ഈ കള്ളനാണെങ്കിൽ എന്നെ നോക്കിയിട്ട് എന്താണ്ടൊക്കെ കാണിക്കണത്? ആക്ഷൻ വിത്ത് സ്റ്റൈൽ. ഇത് അവനെ കണ്ടില്ലേ, പൂക്കി സ്റ്റൈൽ. എടാ മോനെ, ഓരോരുത്തന്മാരൊന്നിനൊന്നിനും മികച്ചവന്മാരായതുകൊണ്ട് അവരുടെ ആക്ഷനുകളും സ്റ്റൈലുകളും വേറെ രീതിയായിരുന്നു. ഇവളാണ് ഇതിന്റെ മെയിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പാത്രം തട്ടിപ്പെറുക്കലും ഒച്ചപ്പാടും ബഹളം. എന്താണ് വിമോഹിന്റെ ഉദ്ദേശം? കാരണം വേറെ ഒന്നും ഇടുന്നില്ല, മന്തിയുടെ കാശ് മൊത്തം കൊടുക്കുന്നത് ഈ പുണ്യാളത്തിയാണ്. അതുകൊണ്ട് ഓള് പറയുന്നത് കേക്ക് അനുസരിക്കാൻ തുടങ്ങി. പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു എന്നാ ശരി, എന്തെങ്കിലും ആവട്ടെ ബാസന്തി പറയുന്നത് കേൾക്കാന്ന് പറഞ്ഞു. വല്ലവന്റെ ചെല്ല് വന്നിട്ടപ്പോ പടി കൂടെ പോണവരൊക്കെ വിളിച്ചു വരുത്തുന്ന സ്വഭാവം വന്നിട്ട് ഇവന്റെ മന്തി വന്നപ്പോ അത് മിസ്സാണെന്നുള്ള പരിഗണന കൊടുക്കാണ്ട് വാരി വെതിരായിരുന്നു. ചിക്കൻ പീസ്, ചെസ്റ്റ് പീസ് എന്നൊക്കെ പറഞ്ഞ് ഇടി ബഹളം. എന്താണല്ലേ, ഞാൻ ബ്ലോഗറായി വീഡിയോ എടുക്കണമെന്നപ്പോ അപ്പുറത്തിരിക്കണവൻ എനിക്ക് വിളമ്പി വരെ തന്നിട്ട. എന്താണല്ലേ പിള്ളേരൊക്കെ സ്നേഹം. കാക്കൂട്ടി കൈയിട്ട് പോലെ അവിടെ ഒച്ചപ്പാടും ബഹളം നടത്തുന്ന നേരം. പക്ഷെ മന്തി വന്നപ്പോ എല്ലാവരും സൈലന്റ് ആയി, ശാന്തം സമാധാനം. മന്തി മുഖ്യം പിക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്തി മയോണൈസും കൂടി വെച്ച് പിടിക്കൽ തുടങ്ങി. എല്ലാവരും സഹായിച്ച് നോക്കിയിരുന്നു നമ്മുടെ പാവത്തിന് പ്ലേറ്റിലാണ്ടായിട്ടാ വാ പൊളിച്ചിരിക്കേണ്ടി വന്നു കുറച്ചു നേരം. പാവല്ലേ, മന്തിക്ക് പെപ്സി രണ്ടൊരു സമാധാനം ഉണ്ടാവില്ല. പെപ്സി തല്ലി പിടിച്ച് വാങ്ങിട്ട് ഒറ്റ പരിക്ക് പെപ്സി പിടിച്ചിട്ട് അവന്റെ ഷോ തന്നെ. എന്ത് ഷോ? ഡോഗ് ഷോ. എന്ത് കാണിച്ചാലും അവനൊരു പാവം ഉണ്ടാ കള്ളൻ. വെറുതെ പറഞ്ഞിട്ടല്ലോ ഓളെന്നെ ഫുൾ മന്തിരെ കാശ് കൊടുത്തിട്ട് എന്നിട്ട് ഒരു ഷോ ഇറക്കിട്ട് ഇറങ്ങിപ്പോണ്ട. എന്റെ മോനെ സ്ലോ മോഷൻ ഇറങ്ങി അമ്മാതിരി സ്ലോ മോഷൻ. പിന്നെ കുറിച്ച് പിള്ളേരെ പട്ടം കൂടി ലൂക്കിലായിരുന്നു. ലൂക്കിലായിട്ടുള്ളത് വാങ്ങിയത് ഓൾ തന്നെയായിരുന്നു. പിന്നെ റംബൂട്ടാൻ കിട്ടി. റംബൂട്ടാൻ കൂടെ ദൈവനാണ്. റംബൂട്ടാൻ ഓളുടെ നാട്ടിലില്ല, അവളുടെ കാട്ടുവാസി ഏരിയയിൽ ഇതൊന്നുമില്ല. ഇതെന്തുട്ട സാധനം എന്നറിയാണ്ട് എന്തോ കടിച്ച് വരച്ചൊക്കെ തിന്നുണ്ടായിരുന്നു. മെയിനാവ് നോക്കാരൊക്കെ സൈഡായി പോയി എല്ലാവരും ഹാപ്പി ആയിട്ട്. ഞാൻ ഹാപ്പിയായി, അവർ ഹാപ്പിയായി. പഞ്ഞിക്കാരൻ പോണേ സുലാൻ.